നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടെ ഒരു വാർത്ത കേട്ടിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീം റിസൾട്ട് റദ്ദാക്കി എന്നാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ കറക്റ്റായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും വളരെ പഠിച്ച്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം ഒരു പ്രോസസ്സ് നമ്മൾ നടത്തുവാൻ. അത് പ്രത്യേകിച്ച് ഇതുപോലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. കാരണം കുട്ടികൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് അവർ ഉറങ്ങാതെയും പൈസയൊക്കെ കൊടുത്ത് കോച്ചിങ്ങിനും ഒക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് അവർ പോയി പരീക്ഷ എഴുതുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് പിള്ളേർ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത് അവർ നല്ല വിജയം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് ഈ പറഞ്ഞ പോലെ വിജയം കിട്ടിയവർക്കെല്ലാം ഒരു വല്ലാത്തൊരു അങ്കലാപ്പിൽ പെടുകയാണ്. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ റദ്ദാക്കി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഈ റിസൾട്ട് റദ്ദാക്കി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ പിന്നീട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള ആകാംക്ഷയിലായിരിക്കും കുട്ടികൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളൊരു പരീക്ഷ നടത്താൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇനിയും അതിൻ്റെ സകല പ്രിക്കോഷൻസും എടുത്ത ശേഷം മാത്രമേ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പരീക്ഷകൾ നമ്മൾ നടത്താവൂ. അല്ലാതെ കുട്ടികളെ വെച്ച് വെറുതെ നിങ്ങളിങ്ങനെ വലയ്ക്കരുതേ. വിദേശ രാജ്യങ്ങളായ ലണ്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതുപോലെ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ, അമേരിക്ക വരെ ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയാണ് അവിടെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ മെഡിക്കൽ ഓർ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നത്. അവരോടൊക്കെ ഞാൻ പലതും അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോട്, നമ്മുടെ മലയാളികളായ ആൾക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത്, അതായത് കുഞ്ഞുങ്ങളുടെ +1 +2 മാർക്കിൻ്റെ ബേസിസിൽ അഡ്മിഷൻ കിട്ടുന്നത്. അത് ഏകദേശം നല്ല മാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് മെഡിക്കൽ ഓർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അഡ്മിഷൻ കിട്ടുമെന്ന് പറയുന്നു. അവിടെ ഇങ്ങനെ ഒരുപാട് പൈസ മുടക്കി എൻട്രൻസ് ചെയ്തിട്ടൊന്നും നമുക്ക് നമ്മുടെ അറിവിലൊന്നും കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. അവർ +1 +2 പഠിക്കുന്നു, അതിനോടൊപ്പം അവർ ബ്രില്യൻറ്റ് കോച്ചിങ് പഠിക്കുന്നു, അതിനല്ലെങ്കിൽ അവർ വേറെ ഓൺലൈൻ കോച്ചിങ് പഠിക്കുന്നു, ക്രാഷ് കോഴ്സ് പഠിക്കുന്നു. ഇങ്ങനെയെല്ലാം അല്ലെ പഠിക്കാതെ പോയി പ്രിപ്പയർ തന്നെത്താൻ എഴുതുന്നവരുണ്ടാകാം. ഇതെല്ലാം ചെയ്ത് മാതാപിതാക്കന്മാരും മക്കളും എല്ലാം ഒരുപോലെ എഫേർട്ട് ഇട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി തത്രപ്പാടിലേക്ക് നീങ്ങുന്നു, തിരക്കാവുന്നു, കാര്യങ്ങളാവുന്നു, ഉറക്കമില്ലാതാകുന്നു, ഊണില്ലാതാകുന്നു എന്ന് വേണ്ട ആകെപ്പാടെ ബഹളമാണ്. എന്നിട്ടാണ് പോയി പരീക്ഷ എഴുതിയിട്ട് ലാസ്റ്റ് വന്നു കഴിയുമ്പം ആ റിസൾട്ട് റദ്ദാക്കിയെന്ന് കേൾക്കുമ്പോൾ ഏത് കുട്ടികൾക്കാണ് വിഷമമില്ലാത്തത്? അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ബിസിനസ്സായി മാറി.